ഏറ്റവും നല്ല ഔഷധമെന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമാണ്. ജീവിതത്തിന്റെ ഏത് വലിയ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും അത്ഭുതകരമായിട്ടുള്ള ശിഫാ ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് വേദനകൾ തിന്ന്, സങ്കടങ്ങൾ തിന്ന്, പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെ അള്ളാഹുവേ ഞാൻ എങ്ങനാണെന്ന് രക്ഷപ്പെടുന്നത്? കിടക്കുന്ന കിടപ്പിൽ എന്റെ ശരീരത്ത് ചൂടുവെള്ളം കോരി ഒഴിക്കുന്നത് പോലെ, തിളക്കുന്നത് പോലത്തെ ഒരു വേദനയാണല്ലോ. അതുകൊണ്ട് അല്ലാ, സഹിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. എന്നാലും ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. വേദന തിന്നുമ്പോ, വിഷമം വരുമ്പോ നമ്മൾ എല്ലാവരോടും പറയുന്നതിന് പകരം നമ്മുടെ പ്രിയപ്പെട്ടവര് വരുമ്പോ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ മക്കളോട് പറയാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്. എന്നാൽ മുഅ്മിനേ, നിന്നെ പടച്ചു പരിപാലിക്കുന്ന അല്ലാഹ്, ആ റബ്ബിലേക്കൊന്ന് പറയുമോ? ആ റബ്ബിലേക്ക് നീ ഒന്ന് പറഞ്ഞാൽ അല്ലാഹു നിന്നെ തട്ടിക്കളയില്ലല്ലോ, അല്ലാഹു നിന്നെ മാറ്റി നിർത്തില്ലല്ലോ. അവനിക്ക് രോഗം കൊടുത്തത് ഞാനാണെങ്കിൽ ആ രോഗം മാറാൻ അവൻ എന്നോട് തന്നെ ചോദിക്കുകയാണെന്ന് പറഞ്ഞ് അല്ലാഹു നിന്റെ സങ്കടത്തെ മാറ്റി തന്നാൽ അതിനെ പോലെ സൗഭാഗ്യമുള്ള ഒന്നേതാ ഉള്ളത്? അതിനെപ്പോലെ ആനന്ദമുള്ള ഒന്നേതാ ഉള്ളത്? അതിനെപ്പോലെ സൗകുമാരിതമുള്ള ഒന്നേതാ ഉള്ളത്? അതുകൊണ്ട് മുഅ്മിനേ, ജീവിതത്തിൽ അല്ലാഹു സങ്കടങ്ങൾ തരുമ്പോ, വേദനകൾ തരുമ്പോ, വിഷമങ്ങൾ തരുമ്പോ അല്ലാഹ് അതിനൊക്കെ പരിഹാരമുണ്ടല്ലോ. അത് അല്ലാഹുവിന്റെ കലാമാണ്. ഇത് പറയുമ്പോ ചില ആളുകൾ പറയും, മുസ്ലിയാക്കന്മാര് പറയുന്നുണ്ട് അത് ചെയ്യണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊക്കെ ഉസ്താദുമാര് പറയുന്നുണ്ടെന്ന് പറയും. ഒരിക്കലും പോകണ്ട എന്ന് പറയുന്നില്ല. ഇന്നത്തെ മിക്കുള്ള ഹോസ്പിറ്റലുകളുടെ അവസ്ഥയും എന്താ ചിന്തിച്ചു നോക്ക്. അകത്ത് കയറി പിന്നെ മരിച്ചിട്ട് കൈത്തരും. മരിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് പറയും, ആ മരുന്നിന് പൈസ, ഈ മരുന്നിന് പൈസ, മൊത്തത്തിൽ പൈസ തന്നെയാ. അല്ലെന്ന് പറയാൻ പറ്റുമോ? എത്ര അനുഭവങ്ങളുണ്ട്, എത്ര കേസുകളുണ്ട് ഇല്ല. ഇത് പറയുമ്പോ ഉസ്താദുമാര് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറയില്ല. നിങ്ങൾ ചികിത്സിച്ചോളിൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരു വിശ്വാസം അവനിക്കൊണ്ട്. ആ ആത്മീയമായ വിശ്വാസം അവന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉപകാരമുള്ളതാണ്. ആ ആത്മീയമായ വിശ്വാസം അവന്റെ ഖൽബിന്റെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഉമ്മമാരേ, ഏതു വലിയ സങ്കടം വന്ന് കിടന്നു പോയാലും, ഏതു വലിയ വിഷമങ്ങൾ വന്ന് കിടന്നു പോയാലും ഒരു സൂറത്ത് നിങ്ങൾ ഓതുമോ? അത് മറ്റൊന്നുമല്ല, സൂറത്തുൽ ഫാത്തിഹയാണ്. ആ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിൽപ്പെട്ട മർമ്മപ്രധാനമായ ഒരു പേരാണ്, ഫാത്തിഹക്ക് പറയുന്ന മറ്റൊരു പേരാണ് സൂറത്തുൽ ശിഫാ. ഫാത്തിഹക്ക് പറയുന്ന മറ്റൊരു പേര് സൂറത്തുൽ ശിഫാ. അപ്പോ രോഗത്തിന് ശമനം കിട്ടാൻ, വിഷമങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ ഏറ്റവും നല്ല ഒരു പീയൂഷം എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ പവിത്രമായ സൂറത്തുൽ ഫാത്തിഹയാണ്. മഹാനായ ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ പള്ളിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നു, കാല് മുഴുവനും വേദനിക്കുകയാണ്, മുള്ളുകൊണ്ട് കുത്തുന്നത് പോലെ, സഹിക്കാൻ കഴിയാത്ത അസഹ്യമായ വേദന എന്റെ കാലിലൂടെ അങ്ങ് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് മരുന്ന് തരുമോ? മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എത്ര വലിയ സങ്കടം വന്നാലും, എത്ര വലിയ രോഗങ്ങൾ വന്നാലും, എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും സൂറത്തുൽ ഫാത്തിഹ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അമൂല്യമായ മുത്താണ്.
അത് വേണമെന്ന് പറഞ്ഞ് വിശ്വാസമാണ് മനുഷ്യന്റെ ഉള്ളിൽ വേണ്ടുന്നത്. ഇല്ലേ? രോഗം തന്നത് അള്ളാഹുവാണെങ്കിൽ ആ റബ്ബിന് തന്നെ രോഗത്തെ തിരിച്ചെടുക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. ആ റബ്ബിലേക്ക് നിങ്ങൾ ചോദിക്കണം. ആ റബ്ബിന്റെ കലാമ് കൊണ്ട്, അള്ളാഹുവേ ഞാൻ ഓതിയത് നിന്റെ ഖുർആനാ, ശിഫ എന്ന് പേരുള്ളതാ, അതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എന്റെ രോഗത്തിനെ, എന്റെ സങ്കടത്തിനെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ രോഗം തന്നതും നീയാണ്, രോഗത്തെ മാറ്റുന്നതും നീയാണ്, എന്റെ സങ്കടങ്ങളും എന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ കഴിവുള്ളതും നീയാണ്. അതുകൊണ്ട് റബ്ബേ നീ എന്റെ സങ്കടം മാറ്റണം. അത്ഭുതങ്ങളേറെയും ചൊരിഞ്ഞ തമ്പൂരാനാ, അത്ഭുതം നിറവായി നിന്നിൽ കാണുമെന്നതു നേരാ. റബ്ബുനാ നിൻ മുന്നിലുണ്ടോ കൈകളുയർത്തേണം. റബ്ബുനാ നിഅമത്തിനാലേ കാര്യമറിയണം. അല്ല തന്നൊരു പുണ്യകാലം ഹൃത്തടത്തിലു വേണം. കൊണ്ടിരുന്നാൽ ജീവിതം അത് മെച്ചമാറിയേണം. അള്ളാന്റെ കലാമാണത്. ഒരിക്കലും നഷ്ടമാകാത്ത ഒരൗഷധം അള്ളാന്റെ കലാമിലുണ്ടല്ലോ. അതുകൊണ്ട് ആ പരിശുദ്ധമായ പവിത്രമായ കലാമിനെ നിന്റെ ഹൃദയാന്തരങ്ങളിൽ നീ ഒന്ന് കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിന് ഏറ്റവും നല്ല ഉപകാരമുള്ളതാണ്. നമ്മളതിനെപ്പറ്റി പഠിച്ച് നമ്മളതിനെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സങ്കടങ്ങളെ മാറ്റുന്നത്, നമ്മുടെ വേദനകളെ മാറ്റുന്നത്, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റുന്നത്, നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുന്നത്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം. അല്ലാഹു തആല നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ.